ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാറൂസ് വ്ലോഗ്. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് കിളിക്കൂട് എന്ന ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് പലതരത്തിലും ചെയ്തെടുക്കാൻ പറ്റും. ചിക്കനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, സ്വീറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെ പല രൂപത്തിൽ. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എഗ്ഗ് വെച്ചിട്ടാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉള്ളി ഒന്ന് വാടി വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഉള്ളി ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല ചതച്ചെടുത്തതാണ്, ഒരുപാട് പൊടിച്ചതല്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല. അതിനുശേഷം ഈ മസാലകളൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ പച്ചമണം മാറി വന്നിട്ടുണ്ട്. മൂത്ത് വന്ന മസാലയിലേക്ക് ഇനി ചേർക്കേണ്ടത് വേവിച്ച് ഉടച്ചെടുത്ത പൊട്ടറ്റോ ആണ്. നമുക്ക് 2 പൊട്ടറ്റോ വേവിച്ചുടച്ച് എടുത്തതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല പൊട്ടറ്റോയിലെല്ലാം പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം. ഈ പൊട്ടറ്റോ മിക്സ് നമുക്ക് തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത പൊട്ടറ്റോ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മുട്ട പതപ്പിച്ചെടുത്തതാണ്, അതുപോലെ തന്നെ 3 മുട്ട പുഴുങ്ങി ഇതുപോലെ ചെറുതായിട്ട് പീസാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് വെർമസലിയാണ്, അതിവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പൊട്ടറ്റോ മിക്സ് ചെറിയ ഉരുളകളാക്കി നമുക്കൊന്ന് ബോൾസിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാം. ബോൾസിൻ്റെ ഷേപ്പിൽ ചെയ്തെടുത്തതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ചെടുത്ത മുട്ടയുടെ ഒരു പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അത് നമുക്ക് ബോളിൻ്റെ രൂപത്തിൽ തന്നെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നടുക്ക് പൊട്ടിപ്പോവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിൽ നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേമിയ മിക്സിലേക്ക് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാ ഭാഗത്തും വെർമസലി പറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് കോട്ട് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ളതുകൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ എല്ലാം നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിളിക്കൂട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വെർമസലി കുറച്ചൊക്കെ ഒന്ന് എണ്ണയിൽ വീഴും, അതൊന്നും പ്രശ്നമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്ത് കോരാം. ഇതിപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള കിളിക്കൂട് കൂടി നമുക്ക് ഇതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ കിളിക്കൂട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റിയാണ്. ഒരു എഗ്ഗിൻ്റെ ഷേപ്പിൽ കുറച്ച് ബോൾസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അരിപ്പൊടി ചൂടുവെള്ളത്തിൽ തയ്യാറാക്കിയതിന് ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് ആവിയിൽ പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. അതാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
തീർച്ചയായിട്ടും ഇഷ്ടമാകും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.